നമ്മുടെ ഇത് വരുവാണല്ലോ, ഞങ്ങളുടെ ക്രിസ്മസ് വരുന്നില്ലടാ. അപ്പൊ ആ ടൈമിലേ കരോളുണ്ടല്ലോ, പക്ഷേ കരോള് അപ്പൊ അതില് ആ വേഷമൊക്കെ കെട്ടിട്ടേ നമുക്ക് കാണിച്ചില്ല. അങ്ങനെ ചെന്നിട്ട് അതിനെ പിന്നെ ഒരു ഫ്രണ്ടും പറഞ്ഞു. എന്നാ പിന്നെ എന്റെ ഫ്രണ്ടിനോട് അതല്ല അങ്ങനെ പറഞ്ഞതല്ല, അവൻ മുങ്ങി, അവന് തല്ലിട്ടും പിടിച്ചിട്ട് അവൻ മുങ്ങി. ശരി, ഇനി വരുമായിരിക്കും. അപ്പൊ ആ വേഷം കെട്ടിയിട്ട് നിങ്ങളൊരു ആ വീട്ടിലേക്ക് മാത്രമായിട്ട് പോരുത്. എന്റെ ഇപ്പൊ നിങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ, രണ്ടാൾ പോരാ, ഒരു 4 ആളൊക്കെ ഉണ്ടാവും. എന്നിട്ടൊക്കെ വേഷം കെട്ടിയിട്ട് പോവാ. ആദ്യം ഈ കുട്ടീനെ അറിയിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അറിയിച്ചിട്ട് എന്താ ചെയ്യാ? അറിയിച്ചിട്ട് അപ്പൊ അറിയിച്ചു കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം? അത് പിന്നെ ആലോചിക്കാം. അപ്പൊ അറിയിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, അങ്ങനെ വേഷം കെട്ടിട്ടാണ് പോവാ. അങ്ങനെ പോയിട്ട് ഈ പുല്ല് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. അതൊക്കെ വെട്ടിത്തരാം, കൊണ്ട് ഒരാളെ വിടാം. അങ്ങനെ ശരി, അങ്ങനെ പോയിട്ട് ഈ കുട്ടിയെ മെല്ലെ ഒരു തൊട്ടടുത്ത ആദ്യത്തെ വീട് നേരെ അവിടേക്ക് പോകരുത്, ഒരു 2 വീട് മുന്നേ മോക്ക് കളി തുടങ്ങണം. എന്നിട്ട് ഈ 3ാമത്തെ വീടൊക്കെ ആയിട്ട് ഇതിലേക്ക് കയറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സംശയം തോന്നും. ഏത് മനസ്സിലായോ? അപ്പൊ എന്നിട്ട് അങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ അങ്ങ് പോയതിന് ശേഷം ഈ കൊച്ചിനെ മെല്ലെ ഈ വശത്തു കൂടെ നിങ്ങളുടെ ജോയിന്റിലാക്കുക. എന്നിട്ട് മെല്ലെ നിങ്ങളങ്ങോട്ട് കളിച്ചേച്ചും പോവുക. സൂപ്പറാണ്. ഇതൊക്കെ നമ്മള് 10-12 സ്ഥലത്ത് നടത്തിയതാണ്. ചോദിച്ചു നോക്കി നിങ്ങള്. ചോദിച്ചേട്ടാ ഇടപെട്ടാണ്, പെണ്ണിനും കിട്ടും, പെണ്ണിന്റെ അമ്മേനും കിട്ടും. ഞാൻ പറഞ്ഞ ഐഡിയ അങ്ങനെ ഉണ്ട്. അമ്മ വേണ്ട, പെണ്ണിനെ കിട്ടും കണക്ക്. എന്നാ പോലെ അല്ലേ? ഞാൻ പറഞ്ഞ ഐഡിയ എങ്ങനെ ഉണ്ട്? നീ ആ കൊച്ചിനെ അങ്ങ് വിളിച്ചു പറയുക, ഇവിടെ വേഷം കെട്ടി അങ്ങ് പോരുക, അവിടെ കളി നടത്തുക, എന്നിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങ് പോവുക. അത്ര സിമ്പിൾ പരിപാടി. ഇപ്പൊ തന്നെ എന്തിനാ വിളിക്കണേ? എടാ ക്രിസ്മസിന്റെ ഒന്നല്ലേ? അപ്പൊ പയ്യനെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്ക്. എന്നിട്ട് ക്രിസ്മസിന്റെ അന്ന് നമുക്ക് ഒരു സാധനം വെച്ചേ, അത് ഞാനും നീയും കൂടി സെറ്റാക്കാം. അവരെയും കൊണ്ടൊരു ഇതപ്പോ അത് സെറ്റാക്കാം. അത് പറഞ്ഞ ശരിയടാ. അപ്പാടെ പുല്ലാണ്, കൃഷിക്കാർക്ക് ആകെ ജീവിക്കാൻ പറ്റാത്ത ലെവലായിരുന്നു. പുല്ലാണ്. എന്താ കണ്ടില്ലേ, പുല്ലൊക്കെ പറിക്കുക. എന്താ പറഞ്ഞോ? പറ, എന്തുണ്ട് വീട്ടില്? എല്ലാവർക്കും സുഖം തന്നെ ഇല്ലടാ? ഓ, എന്നിട്ടാ ചെറിയൊരു സഹായമാണ് നിങ്ങളെ. ചെറിയൊരു സഹായം. പൈസ വേണ്ട, അതല്ല. എന്ത് സംഭവിച്ചാലേ, എന്താ, എനിക്ക് ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടീനെ ചെറുതായിട്ടൊരു ഇഷ്ടമുണ്ട്.